മതവും ദൈവവും അല്ലാതെ ഇവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത് കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാൽ ശബരിപാത പൂർത്തീകരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് പൂർത്തിയാകാൻ ചാൻസ് ഇല്ല. കാരണം കേരളത്തിൽ BJP അധികാരത്തിലെത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്, മതസൗഹാർദ്ദമായി വാഴുന്ന നമ്മളെ കേരള എന്ന സംസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ ഇലക്ഷൻ സമയമാകുമ്പോഴുള്ള അയ്യപ്പനോടുള്ള സ്നേഹം, ശബരിമലയോടുള്ള സ്നേഹം, ഹൈന്ദവനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അത് എന്തിനു വേണ്ടിയിട്ടുള്ള സ്നേഹമാണെന്ന്. അവരുടെ സ്വകാര്യമായ രാഷ്ട്രീയ നേട്ടത്തിനും രാഷ്ട്രീയ ഉയർച്ചയ്ക്കും രാഷ്ട്രീയ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള സ്നേഹമാണെന്ന് നന്നായിട്ടറിയാം. അപ്പോൾ ഇവർ പല ഭിന്നിപ്പുകളും പല പ്ലാനുകളുമായിട്ട് എങ്ങനെയെങ്കിലും ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനെ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കണം, കൂട്ടച്ചൊരിച്ചിലുണ്ടാക്കണമെന്ന് പല നാളുകളായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ നിങ്ങൾ ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ട് തന്നെയാണ്. മതസൗഹാർദ്ദത്തോടെ തന്നെ അന്നും ഇന്നും ഇനി എന്നും ജീവിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വിരോധത്തിന് വേണ്ടി, വിയോജിപ്പിന് വേണ്ടി, വിദ്വേഷത്തിന് വേണ്ടി എന്തൊക്കെ പ്ലാനുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. അത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് ഒരു രീതിയിലും കോട്ടം തട്ടില്ല. ഇപ്പൊ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ വോട്ട് നേടാൻ സഹായിക്കാം, വോട്ട് നേടാൻ വരാം. അവസാനം വരുന്നത് മതത്തിലും ദൈവത്തിലുമാണ്. ഇതല്ലാതെ വോട്ട് വാങ്ങിക്കാനുള്ള ഒരു കാരണമോ ഒരു കാര്യങ്ങളോ ഇവരുടെ പക്കലില്ല. ജനങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് കാര്യങ്ങളിലേക്ക് ചൂണ്ടിയെടുത്ത് അവരതിലേക്ക് വലിച്ചഴച്ച് അങ്ങനെ ഒരു അവർണ്ണന കൊടുത്താണ് ഇവർ കാര്യങ്ങളൊക്കെ നേടുന്നത്. അത് നമ്മളെല്ലാവരും കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും ആൾക്കാർ സൂക്ഷിച്ചും കണ്ടുക്കും ചെയ്തേക്കണേ.